ഗംഗൈ നദി പോൽ പുണ്യ നദിയായ പമ്പയിൽ നീരാടി പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനത്തിലുള്ള വരികളാണ്. പുണ്യനദിയായ പമ്പ ഇപ്പോൾ എന്താണ് അവസ്ഥ? പലയിടത്തും മാലിന്യം നിറഞ്ഞിങ്ങനെ ഒഴുകുന്ന നിലയാണ്. ആ മാലിന്യ കൂമ്പാരം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഹോട്ടൽ മാലിന്യങ്ങളും ശുചിമുറി മാലിന്യവും ഒക്കെ പമ്പയിലേക്ക് ഒഴുക്കുകയാണ്. മാലിന്യ പൈപ്പുകൾ പുഴയിലേക്ക് തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. മാലിന്യം ഒഴുക്കുന്നതിനെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും ശക്തമാണ്. തീർത്ഥാടകർ എറിയുന്ന വസ്ത്രങ്ങളും നദിയിൽ കുമിഞ്ഞുകൂടുന്നു. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. ഗോകുൽനാഥാണ് ചേരുന്നത്. ഗോകുൽ, ഈ ശുചീകരണ പ്രവർത്തനമൊക്കെ കൃത്യമായി നടത്താത്തതാണോ പ്രശ്നം? അതോ ഇതേക്കുറിച്ച് ആളുകൾക്ക് അവിടെ എത്തുന്നവർക്കൊരു അവബോധമില്ലാത്തതാണോ? നടപടിയെടുക്കാത്തതാണോ? എന്താണ് പമ്പ ഇത്രത്തോളം മാലിന്യമാക്കുന്നത്? വിവിധ ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിലെ പമ്പ നദിയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ പ്രേക്ഷകർക്കായി പങ്കുവച്ചിട്ടുള്ളത്. അതിൽ ചില ദൃശ്യങ്ങളുണ്ട്. അതായത് ചില ഹോട്ടലുകളിൽ നിന്ന് കൃത്യമായി മാനേജ് ചെയ്യാതെ വെള്ളമൊക്കെ തന്നെ പമ്പ നദിയിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആഗോള അയ്യപ്പ സംഗമം നടന്ന അതേ വേദിക്ക്, അതായത് ശബരിമല പാതയിലേക്ക് കയറി വരുന്ന പാതയ്ക്ക് തൊട്ട് സമീപത്ത് തന്നെയുള്ള ആ പാതയിലെ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ പമ്പയുടെ സമീപത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ഹോട്ടലുകളിൽ നിന്നും അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങുകളിൽ അടക്കമുള്ള കക്കൂസ് മാലിന്യം അടക്കം ശബരിമല പമ്പയിലെ നദിയിലേക്ക് തന്നെ ഒഴുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്തായാലും ഈ അടുത്ത കാലത്ത് ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ടിൽ വലിയ രീതിയിൽ തന്നെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഇത്തരത്തിൽ നദിയിലുണ്ട്. മാത്രമല്ല, ഈ അയ്യപ്പ ഭക്തർ എത്തുന്ന സമയത്ത് അന്യ സംസ്ഥാനത്തെത്തുന്ന ഭക്തരൊക്കെ തന്നെ പലപ്പോഴും ഈ തുണികൾ ഇത്തരത്തിൽ നദിയിൽ നിക്ഷേപിക്കാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഇത്തരത്തിൽ നദിയെ പൊല്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ കടന്നെത്തുന്ന തരത്തിൽ വലിയ രീതിയിൽ തന്നെ മാലിന്യം ഹോട്ടലുകൾ തന്നെ പുറന്തള്ളുന്നുണ്ട്. അതിഭീകരമായിട്ടാണ് ഹോട്ടലുകൾ പുറന്തള്ളുന്നത്. മുൻകാലങ്ങളിൽ ഇതിനൊക്കെ എതിരെ നടപടികൾ കൃത്യമായി കൈക്കൊണ്ടിരുന്നു. പക്ഷേ ഈ തവണയാണ് ഇത്തരത്തിൽ അലംഭാവം കാണിക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപമാണ് പുറത്തുനിന്നെത്തുന്ന സ്വാമിമാരെ കൂടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരികയാണ്. ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കുന്നുവെന്നാണ് ഗോകുൽനാഥ് സന്നിധാനത്ത് നിന്ന് അവിടെ പമ്പയിലേക്ക് പോയ സമയത്ത് മനസ്സിലാക്കാനും കഴിഞ്ഞത്. അടിയന്തര നടപടികൾ ആവശ്യമുള്ള വിഷയം തന്നെയാണ്.